നമസ്കാരം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഏറ്റവും ഗുരുതരമായ ആരോപണമായിരുന്നു വോട്ട് കൊള്ള. ബി.ജെ.പിയുമായി ഒത്തുകളിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൻതോതിലുള്ള വോട്ട് തട്ടിപ്പ് നടത്തിയെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. കർണാടകയിലുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനം ഉയർത്തുകയായിരുന്നു. വിഷയം വലിയ തോതിൽ ചർച്ചയായെങ്കിലും മറുപടി നൽകാൻ കമ്മീഷൻ തയ്യാറായിരുന്നില്ല. ഡിജിറ്റൽ വോട്ടർ പട്ടിക കൈമാറാതെയും വീഡിയോ തെളിവുകൾ 45 ദിവസത്തിനകം നശിപ്പിക്കണമെന്ന സർക്കുലർ ഇറക്കിയും കമ്മീഷൻ ബി.ജെ.പിക്ക് ഒത്താശ ചെയ്യുന്നു എന്ന ആരോപണത്തിനും കമ്മീഷൻ വ്യക്തമായ ഉത്തരമൊന്നും നൽകിയിരുന്നില്ല. എന്നാൽ അതിനുശേഷം പത്രസമ്മേളനം വിളിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തി ഒരു മറുപടി പോലും കൊടുത്തില്ലെന്നു മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെയാണ് മറുപടി പറഞ്ഞത്. രാഹുൽ ഗാന്ധി ഉയർത്തിയ പ്രധാന ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായി ഉത്തരം നൽകാതെ ഒരു ചോദ്യത്തിന് മറുചോദ്യം ഉന്നയിച്ച് തടി തപ്പുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് ചെയ്തത്. ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുകൊള്ള ആരോപണത്തോട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ നടത്തിയ പ്രതികരണത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ട് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഒരു മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തോട് തർക്കസ്വരത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതികരിച്ചത് ശരിയായില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയയും വോട്ടർ പട്ടികയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ സംശയമുണർത്താനേ ഇത് വഴിയൊരുക്കുവെന്നും ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച തെക്കൻ കോൺക്ലേവിൽ ഇവർ അഭിപ്രായപ്പെട്ടു. മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ എസ്.വൈ. ഖുറേഷി, ഒ.പി. റാവത്ത്, മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ എന്നിവരാണ് ഗണേഷ് കുമാറിനെ തള്ളിപ്പറഞ്ഞത്. ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം നൽകാനും അല്ലാത്തപക്ഷം സമൂഹത്തോട് മാപ്പ് പറയാനും നിർബന്ധം പിടിച്ചത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെപ്പറ്റി സംശയമുയർത്താൻ അത് വഴിയൊരുക്കുമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആരോപണം ഉന്നയിച്ചയാളോട് അതേ രീതിയിൽ രോഷം കൊള്ളുന്നത് സംവിധാനത്തിലുള്ള വിശ്വാസ്യതയെ ഇടിച്ചു താഴ്ത്തും. തർക്കിക്കുന്നതിന് പകരം ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വലിയ അളവിൽ സ്വതന്ത്രവും നീതിയുക്തവുമാണെന്ന് 3 മുൻ കമ്മീഷണർമാരും വ്യക്തമാക്കി. ജ്ഞാനേഷ് കുമാറിൻ്റെ സ്വരം അനാവശ്യമായ പ്രകോപനമായി പോയെന്ന് മൂവരും അഭിപ്രായപ്പെട്ടു. കോപം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഗുണമാകില്ല. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവെന്നത് മറക്കരുതെന്ന് എസ്.വൈ. ഖുറേഷി ചൂണ്ടിക്കാട്ടി. അദ്ദേഹം ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാകുന്നില്ല, മറിച്ച് രാജ്യത്തെ കോടിക്കണക്കിന് പേരുടെ ശബ്ദമാണത്. അദ്ദേഹത്തെ കമ്മീഷൻ അതേ സ്വരത്തിൽ വെല്ലുവിളിക്കുന്നതും രോഷം കൊള്ളുന്നതും കമ്മീഷൻ്റെ സത്പേരിന് ചേർന്നതാകില്ല. താങ്കളായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എങ്കിൽ ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുക്കുമെന്ന ചോദ്യത്തിന് അന്വേഷണത്തിന് ഉത്തരവിടുമായിരുന്നു എന്നായിരുന്നു ഖുറേഷിയുടെ മറുപടി. രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെട്ടതിനു പകരം പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടലായിരുന്നു നടത്തേണ്ടിയിരുന്നതെന്ന് ഒ.പി. റാവത്തും അഭിപ്രായപ്പെട്ടു. കമ്മീഷന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കപ്പെടുന്ന വോട്ടർ പട്ടിക ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ ആവശ്യമായ അന്വേഷണത്തിന് കമ്മീഷൻ ഗൗരവത്തോടെ തയ്യാറാവുകയാണ് വേണ്ടതെന്ന് അശോക് ലവാസ പറഞ്ഞു. ആദരണീയരായ 3 വ്യക്തികളും ഉന്നയിച്ച വിമർശനത്തോട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിൻ്റെ പ്രതികരണം വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് പി. ചിദംബരം എക്സിൽ ആവശ്യപ്പെട്ടു. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് കാണിച്ച സമീപനത്തെ മുൻ കമ്മീഷണർമാർ തന്നെ വിമർശിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയം വീണ്ടും ഗൗരവം ഏറുകയാണ്.